നമ്മളെല്ലാവരും റെഗുലറായി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് വാട്സപ്പ്. വാട്സപ്പ് ഈയടുത്തായി അതിൻ്റെ പേയ്മെൻറ്റ്സ് ഫീച്ചറും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ വാട്സപ്പ് ശരിക്കും സേഫ് ആണോ? അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വോയിസ് ഓവർ IP ടെക്നോളജി യൂസ് ചെയ്തിട്ട് ക്രോസ് പ്ലാറ്റ്ഫോം മെസ്സേജിങ്ങിനായി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് വാട്സപ്പ്. 2009 ലോഞ്ച് ചെയ്ത വാട്സപ്പിന് ഇപ്പം ഗ്ലോബലി 2 ബില്യൺ യൂസേഴ്സ് വരെ ഉണ്ട്. വാട്സപ്പിൻ്റെ ഇപ്പോഴത്തെ ഓണേഴ്സ് ഫേസ്ബുക്കാണ്. 340 മില്യൺ യൂസേഴ്സ് ഉള്ള ഇന്ത്യ വാട്സപ്പിൻ്റെ ഒരു വലിയ മാർക്കറ്റ് തന്നെയാണ്. വാട്സപ്പിൻ്റെ മെയിൻ ഫീച്ചേഴ്സായ മെസ്സേജിങ്, കോളിംഗ്, ഇമേജ് ഷെയറിംഗ്, ലൊക്കേഷൻ ഷെയറിംഗ് എന്നിവയുടെ കൂട്ടത്തിലേക്കാണ് പേയ്മെൻറ്റ്സും കൂടി വരുന്നത്. ഫേസ്ബുക്ക് ഓൺ ചെയ്യുന്ന വാട്സപ്പ് 2018 പ്രപ്പോസ് ചെയ്തൊരു ഐഡിയയാണ് വാട്സപ്പ് പേയ്മെൻറ്റ്സ് എന്നുള്ളത്. 6 നവംബർ 2020 NPCIയുടെ ഭാഗത്ത് നിന്ന് വാട്സപ്പ് പേയ്മെൻറ്റ്സിന് അപ്രൂവൽ ലഭിച്ചത്. പിയർ ടു പിയർ മണി ട്രാൻസ്ഫർ ഫീച്ചറാണ് വാട്സപ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. NPCIയുടെ ഭാഗത്ത് നിന്ന് അപ്രൂവൽ ലഭിച്ചെങ്കിലും ഇനിഷ്യലി 20 മില്യൺ യൂസേഴ്സിന് മാത്രമാണ് ഈ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. പേടിഎം, ഗൂഗിൾ പേ, ഫോൺ പേ, ആമസോൺ പേ എന്നിവയോടൊപ്പമാണ് വാട്സപ്പ് പേയ്മെൻറ്റ്സും കോമ്പീറ്റ് ചെയ്യുന്നത്. UPI അക്കൗണ്ട് ടു അക്കൗണ്ട് ട്രാൻസ്ഫറാണ് വാട്സപ്പ് പേയ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. വാട്സപ്പ് പേയ്മെൻറ്റ്സിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി റിയൽ ടൈം പേയ്മെൻറ്റ് സിസ്റ്റമാണ്. 160ഓളം ബാങ്കിൻ്റെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞെങ്കിലും 5 ബാങ്ക്സ് മാത്രമാണ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. ICICI, HDFC, SBI, ആക്സിസ് ബാങ്ക് പിന്നെ ജിയോ പേയ്മെൻറ്റ്സുമാണ് വാട്സപ്പ് പേയ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്ന 5 ബാങ്ക്സ്. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം സെറ്റിംഗ്സിൽ പോയി പേയ്മെൻറ്റ്സ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ ആഡ് ന്യൂ പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ബാങ്ക് സെലക്ട് ചെയ്യുക. ബാങ്ക് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ UPI ID വെരിഫൈ ചെയ്യുന്നതാണ്. അതിനുശേഷം വാട്സപ്പ് പേയ്മെൻറ്റ്സിലേക്ക് ആഡ് ചെയ്യേണ്ട ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ബാങ്ക് അക്കൗണ്ട് സക്സസ്ഫുള്ളായി ആഡ് ആയെങ്കിൽ ഇങ്ങനെ ഒരു സ്ക്രീനാണ് വരിക. ഇനിയൊരു പേയ്മെൻറ്റ് നടത്തണമെങ്കിൽ ന്യൂ പേയ്മെൻറ്റ് സെലക്ട് ചെയ്താൽ മതി. അതിനുശേഷം പേയ്മെൻറ്റ് സെൻഡ് ചെയ്യേണ്ട കോൺടാക്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം സെൻഡ് ചെയ്യേണ്ട എമൗണ്ട് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ UPI പിൻ എൻ്റർ ചെയ്ത് സബ്മിറ്റ് പ്രസ് ചെയ്യുക. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ ഇൻസ്റ്റൻറ്റ് മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ വാട്സപ്പിലൂടെ തന്നെ വാട്സപ്പ് പേയ്മെൻറ്റ്സും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. വാട്സപ്പ് പേയ്മെൻറ്റ്സിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സ്പാം മെസ്സേജ് ഇതിലൂടെ സർക്കുലേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. വാട്സപ്പ് പേയ്മെൻറ്റ്സിനെ മറ്റുള്ള UPI പേയ്മെൻറ്റ്സ് ആപ്ലിക്കേഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു മെസ്സേജിങ് ആപ്ലിക്കേഷനിലെ ഒരു ഫീച്ചർ മാത്രമാണ്. ബാക്കിയുള്ള ഫീച്ചർ റിച്ച് വാലറ്റ്സ് വേറെയുമുണ്ട്. ഇതൊക്കെയാണ് ഈ വാട്സപ്പ് പേയ്മെൻറ്റ്സിൻ്റെ ഡിസഡ്വാൻറ്റേജും അഡ്വാൻറ്റേജും. UPI ആപ്ലിക്കേഷൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ സേഫ്റ്റിക്കാണ് മെയിൻ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. പക്ഷേ വാട്സപ്പ് അത്രക്കും സേഫ് ആണോ? ഫേസ്ബുക്കിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന റെസ്പോൺസ് ഇങ്ങനെയാണ്: ഫേസ്ബുക്ക് ഡസ് നോട്ട് യൂസ് വാട്സപ്പ് പേയ്മെൻറ്റ് ഇൻഫർമേഷൻ ഫോർ കൊമേഴ്ഷ്യൽ പർപ്പസസ്. അതിൻ്റെ ഡാറ്റാസ് ഒന്നും തന്നെ കൊമേഴ്ഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യുന്നില്ല എന്നാണ് ഫേസ്ബുക്കിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന റെസ്പോൺസ്. ചില സാഹചര്യങ്ങളിൽ കസ്റ്റമർ സർവീസ് ഇംപ്രൂവ് ചെയ്യാനായി അവർ തന്നെ ഈ ഡാറ്റ ഷെയർ ചെയ്യുന്നുണ്ട്. വാട്സപ്പിൽ സേഫായിരിക്കാൻ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നിർബന്ധമായി ഓൺ ചെയ്യുക. നിങ്ങൾ വാട്സപ്പ് വെബൊക്കെ യൂസ് ചെയ്യുന്ന ഒരു യൂസർ ആണെങ്കിൽ വാട്സപ്പ് വെബ് യൂസിന് ശേഷം ഉടനെ തന്നെ ലോഗൗട്ട് ചെയ്യുക. ഔട്ട്ഡേറ്റഡ് ഫോൺസിൽ നിന്ന് വാട്സപ്പ് പിൻവലിക്കുന്നുണ്ട് എന്നുള്ള ന്യൂസാണ് 2020 എൻഡിങ്ങിൽ വന്നത്. ഔട്ട്ഡേറ്റഡ് ഫോൺസിൽ വാട്സപ്പ് ഉപയോഗിക്കുന്നത് കുറച്ചും കൂടി ഹാക്കിങ്ങിന് വൾണറബിൾ ആണെന്ന് പറയാം. വാട്സപ്പിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും വാട്സപ്പിന് ഇമ്പ്രൂവ് ആകാനുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മുന്നിൽ കാണുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.